ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 18 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഇനോസിക്കയിലാണ്. ഇനോസിക്ക വിരലിൻ്റെ ഇടയിൽ കൂടെ ഡോമേനെ നോക്കുകയാണ്. നിന്നെ തോൽപ്പിച്ചാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറും. എനിക്കറിയാം, നീയാണ് അപ്പർ മൂൺ 2. നിനക്കറിയാമോ, ഞാനൊരു തൂണാണ്. ഞാൻ നിന്നെ അടിച്ചു വീഴ്ത്തും. ഇതൊക്കെ കണ്ട് ഡോമ പറയാണ്, രസകരമായ ഒരു പയ്യൻ വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞത് ഇനോസിക്ക പറയാണ്, ഹേ ഷിനോബു, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ? നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മുറിവേറ്റാൽ നിങ്ങൾ അവനെ നരകം കാണിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹേ ഷിനോബു, നിങ്ങൾ എവിടെയാണ്? ഇതൊക്കെ കേട്ടതും കനോബ ആകെ സൈഡായി പോവുകയാണ്. അതപ്പോൾ ഇനോസിക്ക ചോദിക്കുകയാണ്, ഷിനോബു, അവർ മരിച്ചുപോയോ? ഇനോസിക്ക അറിയില്ല ഈ ഷിനോബു മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതാണ് അവൻ ഇത്ര തന്നെ വിളിച്ചുകൊണ്ടെന്ന്. ഹേയ്, അവളെ കുറിച്ചാണ് നീ അന്വേഷിക്കുന്നത്? അവൾ എല്ലായ്പ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിക്കും. അവൾ മരിച്ചിട്ടില്ല. നിനക്കറിയോ, ഞാൻ അങ്ങനെയാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത്. അവൾക്ക് എൻ്റെ ശരീരത്തിൽ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലെന്ന് നമ്മുടെ ഡോമ പറയാണ്. ഇതിനിടയ്ക്ക് ഇനോസിക്ക അവിടെ പഞ്ച് ചെയ്തപ്പോൾ ഇനോസിക്കൻ്റെ കൈ ലേശം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അത് കനോവ അവളുടെ ബാൻഡേജ് ഉപയോഗിച്ച് ശരിയാക്കി കൊടുക്കുകയാണ്. ഇനോസിക്ക അവളോട് താങ്ക് യു പറയാണ്. എന്നിട്ട് അവൾക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ ഉറപ്പായിട്ട് അവനെ കൊല്ലുമെന്ന്. ഈ പ്രോമിസ് കൊടുക്കുന്ന നേരത്ത് തന്നെ ഷിനോബുവിൻ്റെ മുഖമാണ് ഇനോസിക്കയ്ക്ക് കനോവേൻ്റെ മുഖമായി തോന്നുന്നത്. ഞാൻ ഈ ഡീമനെ കൊല്ലുന്നു പറഞ്ഞിട്ട് ഇനോസിക്കയൊക്കെ ദേഷ്യം പിടിച്ച് അവൻ്റെ സോൾ എടുക്കുകയാണ്. എന്നിട്ട് ബീസ്റ്റ് ബ്രീത്തിങ് ഫോർത്ത് ഫോം യൂസ് ചെയ്തിട്ട് ഡോമിനേറ്റ് ഡയറക്റ്റ് അറ്റാക്കിന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇനോസിക്ക് ഡോമിനേറ്റ് ഡയറക്റ്റ് അറ്റാക്കിന് പോവുകയാണ്. ഇനോസിക്ക് ചാടി വരികയാണ് അവൻ്റെ വാള് വീശിയിട്ട്. അപ്പോൾ തന്നെ കനോവ അവിടുന്ന് പറയുന്നുണ്ട്, നോക്ക് അവൻ്റെ ഫാൻ വളരെ ഡേഞ്ചർ ആണെന്ന് പറയാണ്. ഇനോസിക്ക് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇനോസിക്ക് ബീസ്റ്റ് ബ്രീത്തിൻ്റെ ഫോർത്ത് ഫോം യൂസ് ചെയ്യാണ്. അവൻ അവൻ്റെ സോഡ് കറക്കിയിട്ട് ഡോമേൻ്റെ ഫാൻ ഇട്ട് തന്നെ അറ്റാക്ക് ചെയ്യാണ്. അപ്പം തന്നെ ഡോമ അവൻ്റെ ഫാന് വീട്ട് അതിൻ്റെ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, നിന്റെ ആ സൈഡ് പൊട്ടിയ വാളില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതൊന്നും പോരാതെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ട് ഡോമ അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് ഇനോസിക്കിൻ്റെ തല വെട്ടാൻ പോവുകയാണ്. ഇനോസിക്ക് അപ്പം തന്നെ അവിടെ കുതിരി മാറുകയാണ്. എന്നിട്ട് അവൻ്റെ കാല് യൂസ് ചെയ്തിട്ട് ആ ഫാന് ചവിട്ടി പിടിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഫാനെ കൊണ്ടുള്ള അറ്റാക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. ഇനോസിക്ക് നേരെ വീണ്ടും ഡോമ അറ്റാക്ക് എടുക്കുകയാണ്. അപ്പം തന്നെ ഇനോസിക്ക് ചാടി അവിടെ നിന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇനോസിക്ക് അവൻ്റെ മാക്സിമം സ്ട്രെങ്ത് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോമ പറയാണ്, ആ തല ഒരു മാസ്ക് ആണല്ലേ, നിന്റെ ശരീരം ശരിക്കും ഫ്ലെക്സിബിൾ ആണ്. നീ എത്ര വേഗത്തിലാണ് അതെടുത്തത്? ശരിക്കും ഇനോസിക്ക് പോയത് കനോവേൻ്റെ സോഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഡോമ പോലും അറിഞ്ഞിട്ടില്ല അവൻ സോഡ് എടുക്കാനാണ് വന്നതെന്ന്. ഇനോസിക്ക് നേരെ സോഡ് എടുത്തിട്ട് കനോവയ്ക്ക് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഈ സോഡിൽ നിന്ന് പിടിവിടരുതെന്ന് പറയാണ്. എന്നിട്ട് ഇനോസിക്ക് നേരെ ഡോമയായിട്ട് അടുത്ത ഫൈറ്റിന് പോവുകയാണ്. അവൻ വാൾ ഉയർത്തിപ്പിടിക്കുകയാണല്ലോ, പക്ഷേ അവൻ ദൂരത്താണ്. എന്ത് ചെയ്യാനാണെന്ന് പറയാണ്. അപ്പം തന്നെയാണ് ഇനോസിക്ക് ചാടി വരുന്നത്. ഡോമ അന്നപ്പം തന്നെ അവൻ്റെ ബ്ലഡ് ഡീമൻ ആർട്ടായിട്ടുള്ള ലോട്ടസ് ഓൺ ചെയ്യാണ്. എന്നിട്ട് അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് മാക്സിമം എല്ലാ ലോട്ടസിൻ്റെ ക്രിസ്റ്റൽസ് ഇനോസിക്ക് നേരെ അയക്കുന്നുണ്ട്. ആ ബ്രിഡ്ജിൽ നിന്നാണ് ആ ഫൈറ്റ് നടക്കുന്നത്. ഇനോസിക്ക് മാക്സിമം അറ്റാക്ക് നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനോസിക്ക് നേരെ ചാടി ഡോമേൻ്റെ പള്ളക്ക് തന്നെ ചവിട്ടുകയാണ്. ആ ഒരു ചവിട്ടിൽ ഡോമ തെറിച്ചു പോവുകയാണ്. അതായത് നല്ലൊരു അറ്റാക്ക് ഇനിയാണ് ഡോമ ചെയ്തിട്ട് കൊടുത്തു. ആ ഒരു അറ്റാക്കിൽ ഡോമ സൈഡിലേക്ക് നീങ്ങി പോവുകയാണ്. ഇതൊക്കെ കണ്ട് ഡോമ തന്നെ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നീ കൊള്ളാലോ ചെറുക്കാന്ന് പറയാണ്. അവൻ്റെ പ്ലാൻ അതെന്താണ്? അവൻ ആളൊരു ശക്തനാണെന്ന് പറയാണ്. അങ്ങനെ ഇനോസിക്ക് വീണ്ടും ഡോമയ്ക്കെതിരെ ചാടി വരികയാണ്. ഇനോസിക്ക് അവൻ്റെ ബീസ്റ്റ് ബ്രീത്തിങ് ഉപയോഗിച്ചിട്ട് ഡോമേൻ്റെ കണ്ണിന് നേരെ വിട്ടുകയാണ്. അതായത് കണ്ണിൻ്റെ ഒരു ഭാഗം തന്നെ ഇനോസിക്ക് കറക്റ്റ് കട്ട് ചെയ്യാണ്. ഡോമ വരെ കണ്ടിട്ടില്ല ഇനോസിക്ക് എവിടുന്നാണ് വരുന്നതെന്ന്. ഇനോസിക്ക് വീണ്ടും അവൻ്റെ വാള് കുത്തിയിട്ട് മാസായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കൈയൊക്കെ അവൻ വീടാക്കുന്നുണ്ട്, ഒരുമാതിരി ഇത് ഫ്ലെക്സിബിൾ പോലെ. എന്നിട്ട് അവൻ ബീസ്റ്റ് ബ്രീത്തിങ് വീണ്ടും യൂസ് ചെയ്യാണ്. ബീസ്റ്റ് ബ്രീത്തിങ്ങിൻ്റെ 9th ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടത് കനവ ചോദിക്കുകയാണ്, ഇവനത് എന്തിൻ്റെ കേടാണ്? കൈയൊക്കെ ഒരുമാതിരി ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ഒരു വിയേർഡായിട്ട് ലുക്കിലാണ് ഇനോസിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കൈ എന്താക്കുന്നു ചോദിക്കുകയാണ് അവൾ. അപ്പോൾ തന്നെ ഇനോസിക്ക് നേരെ ഇതാണ് എൻ്റെ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇനോസിക്ക്. എന്നിട്ട് അവൻ ചാടി വരികയാണ്. ഞാൻ അവൻ്റെ തല ലക്ഷ്യമാക്കിയാൽ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡോമനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഇനോസിക്ക് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ തല ലക്ഷ്യമാക്കിയാണ് പോയത് ഊമ്പി. ഈ ടെക്നിക്ക് എനിക്ക് കൃത്യമല്ല. എനിക്ക് ഈ ടെക്നിക്ക് പറ്റുന്നില്ല എന്നറിയാണ്. നിന്നെപ്പോലെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെപ്പോലെ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നീ ഒരുപാട് കൊള്ളാം. നീ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീ പൊളിയാണ്. അപ്പോൾ ഇനോസിക്ക് അവൻ്റെ പേര് പറയാണ്. ഞാനാണ് ഇനോസിക്കെ സാമ. പെട്ടെന്ന് തന്നെ അവൻ്റെ മാസ്ക് അവൻ്റെ മുഖത്തുനിന്ന് പോവുകയാണ്. നീ എന്നെ തരംതിരിക്കുകയാണെന്നൊക്കെ ഇനോസിക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മാസ്ക് പോയത് ഇനോസിക്കെ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവൻ അറിയുന്നത്, എൻ്റെ മാസ്ക് എവിടെ പോയി? അതെനിക്ക് താന്നറിയാമെന്ന്. അപ്പോൾ തന്നെ കനവ പറയുന്നുണ്ട് ഇനോസിക്കയെന്ന്. നിന്റെ തൊലി ഒരുപാട് കട്ടിയുള്ളതാണ്. നിനക്കറിയുമോ, പന്നിയുടെ തൊലി ഒരുപാട് കട്ടിയുള്ളതാണ്. നിന്റെ ഈ കണ്ണ്, നിന്റെ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ എവിടെയോ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡോമ അവൻ്റെ മാസ്ക് പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്.